മുത്തോണീസേ നമസ്കാരം. എൻ്റെ പേര് വിനീഷ് നാട്ടം. മലപ്പുറം ജില്ലയിലെ പൂലാമന്തോളാണ് സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പറയാൻ കാരണമേ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാഹുൽ ഗാന്ധി പറയാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ആളുകളൊക്കെ കള്ളത്തരത്തിൽ വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർത്ത് കള്ളവോട്ടിന് കയറി വന്നതാണ് BJP സർക്കാർ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ രാഹുൽ ഗാന്ധി. ഒരു ആരോപണം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അതിൽ തെളിയിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അതിനുള്ള കോടതികളും സംവിധാനമൊക്കെ ഉണ്ട്, അവർ തെളിയിക്കട്ടെ. ഞാൻ പറയാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ പറയുന്നത് ശരിയാണോ ഒന്നുകൂടി ഇരുത്തി ആലോചിക്കുക. നമ്മളൊക്കെ കുറേ ആളുകളെങ്കിലും പറയുന്നുണ്ട്, എല്ലാവരും അല്ലെങ്കിലും കുറേ ആളുകളെങ്കിലും ചേട്ടനും പ്രധാനമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭാവി പ്രധാനമന്ത്രി എന്നാണ് താങ്കൾ പലരും വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ അവനാൻ്റെ കഴിവും ബുദ്ധിയും പോലെ ഇരിക്കും. ഞാൻ പറയാൻ വന്നത് അതല്ല. കഴിഞ്ഞു പോയ കാലങ്ങളിൽ BJP അങ്ങനെയാണ് ജയിച്ചത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, തീർത്തും തെറ്റാണ്. കാരണം ഞാനും BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരു BJPക്കാരൻ തന്നെയാണ്. BJPയുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഇത്തരം ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, കള്ളത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടല്ല BJP അധികാരത്തിൽ വരുന്നത്. ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവർ കയറുകയാണ്. ഈ ജനങ്ങളുടെ നെഞ്ചിലേക്കും മനസ്സിലേക്കും വീട്ടിലേക്ക് വരെ ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ചെല്ലുകയാണ്. നിങ്ങൾ അതിനെന്തെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്ത? കഴിഞ്ഞ 15 വർഷം ഈ രാജ്യത്തിന് വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇദ്ദേഹം വന്നപ്പോൾ, ഞാൻ ആ സമയത്ത് എൻ്റെ നാട്ടിലെ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആദ്യം പറഞ്ഞത് എല്ലാ ജനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടിനാണ്. ഞാനും ആ സമയത്ത് എന്തിനാ ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട്, അന്ന് അത്ര വലിയൊരു സംഭവങ്ങളോ ഈ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന് എൻ്റെ പഞ്ചായത്തിൽ മാത്രം സൗജന്യമായിട്ട് ഈ ബാങ്കുകൾ അക്കൗണ്ട് 270 ആൾക്ക് കൊടുത്തു. ആദ്യ പദ്ധതിയായിട്ട് എൻ്റെ ഓർമ്മ, ആ സമയത്ത് ഞാൻ ആ ചുമതലയിൽ ഉണ്ടായതുകൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. അതിനുശേഷം നിരവധി പദ്ധതികളാണ് ഈ രാജ്യത്ത് വന്നത്. സൗജന്യ ഗ്യാസ് കണക്ഷൻ, സുകന്യ സമൃദ്ധി, കുട്ടികൾ വളർന്നവർ അവരെ കല്യാണപ്രായമാകുമ്പോഴത്തേന് അവർക്കൊരു പൈസ കിട്ടുന്ന ഒരു പദ്ധതി, അടൽ പെൻഷൻ യോജന, കറണ്ട് ഇല്ലാത്തവർക്ക് സൗജന്യ കറണ്ട് കണക്ഷൻ, മനസ്സിലാകും. പിന്നെ സൗജന്യ റേഷൻ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടം പോലെ, വീട്, വെള്ളം. ഇപ്പോൾ അടുത്ത അവിടെ നമ്മുടെ പഞ്ചായത്തിലൂടെയൊക്കെ പ്രധാനമന്ത്രിയുടെ വെള്ളത്തിൻ്റെ ഒരു കണക്ഷൻ പദ്ധതി വന്നത്. ഏത് മേഖലയിലാണ് മാറ്റം വരാത്തത്? റോഡ്, എൻ്റെ അടുത്തുള്ള കുറ്റിപ്പുറം ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ റോഡ് എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അത്തരത്തിലാണ് അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എൻ്റെ അടുത്തുള്ള കാര്യം, ഞാനതിനെ കുറിച്ച് മുൻപ് വീഡിയോ കണ്ടായിരുന്നു. മാറ്റങ്ങളാണ് രാജ്യത്തിൽ വരുന്നത്. കിസാൻ സമ്മാൻ നിധി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന പൈസയാണ് 2000 രൂപ. അത് വെച്ചിട്ട് എത്രയോ 30,000 രൂപ എൻ്റെ അമ്മയ്ക്ക് അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പഞ്ചായത്തിൽ മാത്രം 2700ഓളം പേർക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബിസിനസ് ലോണ് എൻ്റെ പഞ്ചായത്തിൽ ഈ ഈടില്ലാതെ, ജാമ്യമില്ലാതെ, കേന്ദ്ര സർക്കാരിൻ്റെ ജാമ്യത്തിൽ ഈ ലോൺ മേടിച്ച് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നിങ്ങൾ വോട്ടർ പട്ടികയുടെ ഇടയിൽ പോയിട്ട് തപ്പിയിട്ട് കാര്യമില്ല. ജനങ്ങളെ മനസ്സിലാണ് ഈ BJP സർക്കാരും മോദി സർക്കാരും കയറിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണം ആദ്യം. അല്ലാതെ ഇതൊരു ജനങ്ങളൊരു പ്രഹസനം, എന്തെങ്കിലുമൊക്കെ ഒരു 4 ദിവസം വാർത്തയിൽ നിറഞ്ഞു നിൽക്കാമെന്നല്ലാതെ ഈ 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഈ കോൺഗ്രസ്സിന് ഒരു നേട്ടം ഈ വിഷയം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾക്ക് തലേൻ്റെ ഉള്ളിൽ ആൾത്താമസമുള്ളവരാ. അവർക്ക് ഫസ്റ്റ് പ്രാവശ്യം നരേന്ദ്രമോദി വന്നു, 2ാം പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? വികസനം വന്നു രാജ്യത്ത്, കുടുംബവാഴ്ച പോയി. ഓക്കെ, ഇനിയും വരും നമ്മുടെ ആശാൻ മോദി സർക്കാർ. അപ്പോൾ ഓക്കെ.